ആ മനുഷ്യന് വേറെ ഏതെങ്കിലും പേരിട്ടാ കുഴപ്പമുണ്ടായിരുന്നു. ധർമ്മം എന്ത് ധർമ്മമാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഉള്ളത്? അധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് നമുക്കറിയാം. നമ്മളെപ്പോഴും പറയുന്ന എല്ലാ ഭാഷയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ നീറ്റ് എന്ന് പറയും. ഇംഗ്ലീഷാണ് വാക്കെങ്കിൽ എന്താണ്? അത് നല്ല നീറ്റായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്നാണ്. പക്ഷെ ബി.ജെ.പി. ഭരണത്തിൽ നീറ്റ് നല്ലല്ല. അവിടെയാണ് ബി.ജെ.പി. ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്, അതിലെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയായിരുന്നു, ഇപ്പൊ ജോലി പോയി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA. നമ്മുടെ ആവശ്യം ഈ NTA പിരിച്ചുവിട്ട് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിച്ചമർത്തുന്നതിന് നേതൃത്വം കൊടുത്ത അമിത്ഷായ്ക്കും പോണ്ടി വരും. ധർമ്മേന്ദ്ര പ്രധാന്റെ വഴിയെ ഒടുവിൽ നരേന്ദ്രമോദിക്കും പോകേണ്ടി വരുമെന്നാണ് ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അഭിജിത് ജി എന്ത് ചെയ്തു? ചെറുപ്പക്കാരെ പാർട്ടികൾ എന്ന് സുപ്രീം കോടതി ജഡ്ജി വിളിച്ചപ്പോ പുള്ളി പറഞ്ഞ ഞങ്ങൾ പാർട്ടികൾ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ പാർട്ടികളുടെ ഒരു പാർട്ടി ഉണ്ടാക്കുക. എങ്ങനെയാണ്? പാർട്ടിക്ക് ഇംഗ്ലീഷ് പറയുന്നത് കോക്രോച്ച് എന്നാണ്. അത്ര വലിയൊരു നീട്ടമൊന്നും വേണ്ടിയിരുന്നില്ല പാർട്ടി എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇത് കോക്രോച്ച് എന്നാണ് ഇംഗ്ലീഷ്. അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുക. ബോംബെയിലെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ വളരെ ഒറ്റയ്ക്ക് നിന്നിട്ട് തമാശകൾ പറയും. തമിഴിലുണ്ടത്. അദ്ദേഹം നരേന്ദ്രമോദി വിമർശിക്കാൻ തുടങ്ങി. ഒരുപാട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് നരേന്ദ്രമോദി വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനൊരു ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല, ഐ ആം നോട്ട് എ ബയോളജിക്കൽ ബീങ്. ഭൂലോകം മഠേതരമല്ലേ, ഇന്ത്യ നാണിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ദൈവികമായ എന്തോ ആണ് താൻ, ദൈവികമായ ജന്മമാണ് താൻ എന്ന് പറയാൻ നരേന്ദ്രമോദി പുറപ്പെട്ടു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ താൻ പറയുന്ന വിഡ്ഢിത്തമെല്ലാം ഇന്ത്യക്കാർ വിശ്വസിക്കും എന്ന് ധരിച്ചു വസായിട്ടുള്ള ഒരു മഠയ ശിരോമണിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതല്ലെങ്കിൽ ഇങ്ങനെയൊരു മതിഭ്രമം ബാധിച്ച് സ്വബോധം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. SFIയുടെ ഒരുപാട് സഖാക്കൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഡൽഹിയിലെത്തി. അവരൊന്ന് പരിചയപ്പെടുമ്പോഴാണ് എവിടെ നിന്നാണ്? ഐ ആം കമ്മിങ് ഫ്രം പൂന, വിശാഖപട്ടണം, കൽക്കട്ട, ദിബ്രുഗഡ്, ആസാം, ആഗ്ര. ഇങ്ങനെ ഇന്ത്യ ഇളക്കി മറിച്ച ഒരു സമരം. ഈ സമരത്തിന് ഒരു വലിയ പ്രാധാന്യം സ്വയംഭൂവായി വന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമുണ്ട്. സംഘടിതമായ ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം. ഇത് രണ്ടും കൈകോർത്തുകൊണ്ടാണ്. സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സംസാരിച്ച തോഴർ സഖാവ് ഷൺമുഖം, സഖാവ് കനകരാജ്, നമ്മുടെ MLA സഖാവ് സയ്യിദ് മുഹമ്മദ്, എല്ലാവരും പറഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ. പ്രധാനമായി ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന ഉജ്ജ്വലമായ വിദ്യാർത്ഥി യുവജന സമരം. ആ സമരം നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് തവണ നമ്മുടെ MPമാരോടൊപ്പം സു വെങ്കടേശൻ, സച്ചിദാനന്ദൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, A. റഹീം, രാധാകൃഷ്ണൻ, ബാക്കി എല്ലാ പാർട്ടികളുടെയും സന്തോഷ് കുമാർ CPI രാജ്യസഭാംഗം ഒരുപാട് തവണ രാത്രിയും പകലും സമരസ്ഥലത്തേക്ക് പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ സഖാവ് വൃന്ദാക്കാരായിട്ടും ഞാനും എല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സമരമാണ് അവിടെ നടന്നത്. ആ സമരത്തിലെ ആവശ്യം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷ, നാഷണൽ എൻട്രൻസ് ആൻഡ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതിന്റെ ചുരുക്കപ്പേര് നീറ്റ്. നീറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് നമുക്കറിയാം. നമ്മളെപ്പോഴും പറയുന്ന എല്ലാ ഭാഷയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ നീറ്റ് എന്ന് പറയും. ഇംഗ്ലീഷാണ് വാക്കെങ്കിൽ എന്താണ്? അത് നല്ല നീറ്റായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്നാണ്. പക്ഷെ ബി.ജെ.പി. ഭരണത്തിൽ നീറ്റ് നല്ലല്ല.
പൊളിയായിരിക്കുന്നു, തെറ്റായിരിക്കുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടന എന്താണ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത്? ഇന്ത്യയുടെ ഡെഫിനിഷൻ, നിർവചനം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇങ്ങനെതാണ് എഴുതിയിരിക്കുന്നു ഭരണഘടനയിൽ. ഇന്ത്യ എന്നാൽ സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു യൂണിയൻ, രാജ്യം. അതാണ് ഭരണഘടന. എന്നാൽ ഇപ്പോൾ ബിജെപി ഈ സംസ്ഥാനത്തിന്റെ പ്രാധാന്യമെല്ലാം എടുത്തു കളയുകയാണ്. അപ്പൊ ബിജെപിക്കാർ, RSSകാർ പറയും, നിങ്ങൾ വെറുതെ ആരോപിക്കല്ലേ? ആരോപിക്കുകയല്ല, സത്യമാണ് എന്നതിന് തെളിവ് ഈ നീറ്റ് പരീക്ഷയാണ്. എന്തുകൊണ്ട്? ഓരോ സംസ്ഥാന ഇതെന്തിനു വേണ്ടിയാണ് നടത്തുന്ന നീറ്റ് പരീക്ഷ? MBBS, ദന്തൽ പരീക്ഷ, അതുപോലെ ആയുഷ്, ഇതിന്റെ പരീക്ഷയാണ് ഇപ്പൊ നടന്നത്. ഇതെല്ലാം മുമ്പ് നടന്നതെങ്ങനെയാണ്? ഓർമ്മയുണ്ട്. ഓരോ സംസ്ഥാനത്തുമാണ് നടത്തിയിരുന്നത്. കുറച്ചുകാലം പാർട്ടി പറഞ്ഞതനുസരിച്ച് കേരളത്തിൽ VS അച്യുതാനന്ദൻ ഗവൺമെന്റിൽ വിദ്യാഭ്യാസത്തിന്റെ ചുമതല വഹിച്ചിരുന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് കേരള സംസ്ഥാനത്തിലെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിരുന്നത്. അതുകൊണ്ട് അതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ അന്ന് നടത്തി. കേരളത്തിൽ മിക്കവാറും സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം കുഴപ്പം കൂടാതെ ഈ പരീക്ഷ നടന്നിട്ടുണ്ട്. ഇത്തരം പരീക്ഷകൾ കുഴപ്പം കൂടാതെ നടക്കണം എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാം വീട്ടിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, അല്ലേ? പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളില്ലാത്ത വല്ല വീടുമുണ്ടോ? നിങ്ങളുടെയൊക്കെ വീടില്ലേ? ഒന്നീ നിങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികൾ. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്ത് ഇന്ത്യയിൽ എത്ര കോടി വീടുകളുണ്ടോ ആ ഓരോ വീട്ടിൽ താമസിക്കുന്നവർക്ക് താല്പര്യമുള്ള വിഷയമാണ് വിദ്യാഭ്യാസം, പ്രവേശന പരീക്ഷ. അവിടെയാണ് ബിജെപി ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്, അതിലെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയായിരുന്നു, ഇപ്പൊ ജോലി പോയി. വിദ്യാർത്ഥി സമരത്തിന്റെ, മാസങ്ങൾ നീണ്ടിരുന്ന സമരത്തിന്റെ ഫലമായിട്ട് ഈ പ്രവേശന പരീക്ഷ മുഴുവൻ അഴിമതിയിലാക്കി, കുഴപ്പത്തിലാക്കി, തട്ടിപ്പാക്കി, കച്ചവടമാക്കി. ബിജെപി ഭരണം ചെയ്യുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഇവർ കാണിച്ച കൊള്ളരുതായ്മ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു അക്ഷരം ABC എന്ന അക്ഷരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ബിജെപി ഭരണം വിദ്യാഭ്യാസത്തെ എങ്ങനെ നശിപ്പിച്ചുവെന്ന്. അതിലൊന്നാണ് കമേഴ്ഷ്യലൈസേഷൻ. കച്ചവടമാക്കി വിദ്യാഭ്യാസത്തെ. പ്രവേശന പരീക്ഷയും കച്ചവടമാക്കി. ചോദ്യപേപ്പർ ചോർത്തി കച്ചവടം നടത്തുന്നു. ഇതെല്ലാം നടത്തുന്നതിന് സംസ്ഥാനങ്ങളുടെ അധികാരം എടുത്തു കളഞ്ഞു. എന്നിട്ടെല്ലാം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിച്ചു. അതാണ് സെൻട്രലൈസേഷൻ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, NTA. നമ്മുടെ ആവശ്യം ഈ NTA പിരിച്ചുവിട്ട് മുമ്പെങ്ങനെയായിരുന്നു ഓരോ സംസ്ഥാനത്തും നടക്കട്ടെ ടെസ്റ്റ്. എന്നാൽ അഖിലേന്ത്യാ ടെസ്റ്റ് ചിലത് വേണോ? വേണം. IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അഖിലേന്ത്യാ തലത്തിൽ പ്രവേശനം നടത്തുന്നതാണ്. അതിന് അഖിലേന്ത്യാ പരീക്ഷ നടത്താം, ടെസ്റ്റ് നടത്താം. അങ്ങനെ ചിലതിന് മറ്റെല്ലാം സംസ്ഥാനങ്ങൾക്ക് ടെസ്റ്റ് നടത്താമെന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. SFI മുന്നോട്ട് വെച്ചു, ASF വെച്ചു, ISA വെച്ചു, മറ്റു ചില സംഘടനകൾ വെച്ചു. മെയ് മാസം നീറ്റ് പരീക്ഷയിലെ ഭീകരമായ തട്ടിപ്പ്, ആ തട്ടിപ്പിനെ തുടർന്ന് ദാരുണമായ സംഭവങ്ങളുണ്ടായി. ഈ നിശബ്ദത ഞാൻ പാലിച്ചത് വെറുതെയല്ല. ഏതാനും നിമിഷം ഞാൻ മിണ്ടാതെ നിന്നപ്പോൾ ഞാൻ ഓർത്തത് 23 കുടുംബങ്ങളാണ് ഇന്ത്യയിലെ ആത്മഹത്യ ചെയ്ത മിടുക്കികളും മിടുക്കന്മാരുമായ കുഞ്ഞുങ്ങളുടെ 23 കുടുംബങ്ങൾ. ആരാണ് ഉത്തരവാദി ഈ ജീവൻ നഷ്ടപ്പെട്ടതിന്? നരേന്ദ്രമോദി ഗവൺമെന്റും പ്രവേശന പരീക്ഷയും വിദ്യാഭ്യാസത്തെയും കച്ചവടമാക്കിയ
RSS നിയന്ത്രിക്കുന്ന ഡൽഹിയിലെ BJP ഭരണം, അതിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന പേര്. ആ മനുഷ്യന് വേറെ ഏതെങ്കിലും പേരിട്ടാൽ കുഴപ്പമുണ്ടായിരുന്നു. ധർമ്മം. എന്ത് ധർമ്മമാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഉള്ളത്? അധർമ്മേന്ദ്ര പ്രധാൻ. നമ്മുടെ രാജ്യത്തൊരു ചരിത്രമുണ്ട്. മന്ത്രിമാർ തങ്ങൾക്ക് നേരിട്ട് ഉത്തരവാദിത്വമില്ലാത്ത കാര്യത്തിന്റെ പോലും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് രാജിവെക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഞാൻ കനകരാജിനോട് ചോദിക്കുകയായിരുന്നു, അരിയല്ലൂർ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവിടെ ട്രെയിൻ അപകടമുണ്ടായി 1956. ഞാൻ ചോദിച്ചത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചപ്പോൾ മുമ്പ് അത് കൊച്ചിയിലായിരുന്നു, ഇപ്പൊ അത് വേറെ ജില്ലയായിട്ട് മാറിയിട്ടുണ്ട്. അരിയല്ലൂർ ജില്ല. അവിടെ ട്രെയിൻ അപകടം നടക്കുമ്പോൾ ഡൽഹിയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് നേരിട്ട് ഒരു ഉത്തരവാദിത്വമുണ്ടോ? നേരിട്ട് ഉത്തരവാദിത്വമില്ല. പക്ഷെ അഭിപ്രായം ഉയർന്നു വന്നു, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ആ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചു. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നെങ്കിലും അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പെട്ട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. എന്താണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്ന്. അപ്പൊ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൊക്കെ പങ്കെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരുമൊക്കെ ആയിട്ട് സഹകരിച്ച് അങ്ങനെ കാലമായിരുന്നു സ്വാതന്ത്ര്യ സമരകാലം. EMS കേരളത്തിലെ KPCC ജനറൽ സെക്രട്ടറിയായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാർ ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് വേറൊരു ചരിത്രമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ പാരമ്പര്യമുള്ള ഇന്ത്യയിലാണ് ഇന്ന് യാതൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. വിദ്യാർത്ഥികൾ വന്ന് തുടർച്ചയായി ജന്തർ മന്ദറിൽ സമരം ചെയ്തപ്പോൾ പോലീസിനെ അഴിച്ചുവിട്ട് ഭീകരമായി അടിച്ചമർത്തി. അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ വഴിയെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിച്ചമർത്തുന്നതിന് നേതൃത്വം കൊടുത്ത അമിത്ഷായ്ക്കും പോണ്ടി വരും. ധർമ്മേന്ദ്ര പ്രധാന്റെ വഴിയെ ഒടുവിൽ നരേന്ദ്രമോദിക്കും പോകേണ്ടി വരുമെന്നാണ് ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നത്. ആ പോരാട്ടത്തിൽ പാർട്ടികൾ ഒരു പങ്ക് വഹിച്ചു. അത് നമ്മൾ പറയണം. പാർട്ടികൾ വീട്ടിലൊക്കെ പാർട്ടി ശല്യം ഇല്ലേ? ഇപ്പൊ പാർട്ടികളോട് നമുക്കൊരു വലിയ സ്നേഹം തോന്നി തുടങ്ങി അല്ലേ? ഈ പാർട്ടികളുടെ പാർട്ടി ഉണ്ടാക്കിയതാരാ? അഭിജിത്ത് ദിപ്കെ അല്ലേ? അഭിജിത്ത് ദിപ്കെ അല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടി, പാർട്ടികളുടെ ജനതാ പാർട്ടിക്ക് രൂപം നൽകിയത് അല്ല. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹമാണ്. എന്താണ് ആ വിദ്വാന്റെ പേര്? സൂര്യകാന്ത കൃഷ്ണ. അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ പാർട്ടികളുടെ സംഘടനയിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ 2-3 കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. 8 മണിക്കൂർ കൂടെ യോഗം തീർക്കണമെന്ന് എനിക്കറിയാം. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പറഞ്ഞു, ഈ വിദ്യാർത്ഥികളൊക്കെ പ്രതിഷേധിക്കുകയും പിന്നെ PIL പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര്, മടിയന്മാര്, അവർ പാറ്റകളെ പോലെ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ അഭിജിത്ത് ദിപ്കെ, അദ്ദേഹം അമേരിക്കയിലെ ബോസ്റ്റൺ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമാണ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നിപ്പോ സാമൂഹ്യ മാധ്യമമുണ്ടല്ലോ, നിങ്ങളുടെ ഇടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ അത് മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് നിങ്ങൾ അയക്കും. ലോകത്തിന്റെ പല ഭാഗത്തും അത് കാണാൻ പറ്റില്ല. അപ്പൊ അഭിജിത്ത് ദിപ്കെ എന്ത് ചെയ്തു? ചെറുപ്പക്കാരെ പാർട്ടികൾ എന്ന് സുപ്രീം കോടതി ജഡ്ജി വിളിച്ചപ്പോ പുള്ളി പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടികൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ പാർട്ടികളുടെ ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ്? പാർട്ടിക്ക് ഇംഗ്ലീഷ് പറയുന്നത് കോക്രോച്ച് എന്നാണ്. അത്ര വലിയൊരു നീട്ടമൊന്നും വേണ്ടിയിരുന്നില്ല പാർട്ടി എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇത് കോക്രോച്ച് എന്നാണ് ഇംഗ്ലീഷ്. അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കി. ഈ ചെറുപ്പക്കാര് നമ്മളത് മനസ്സിലാക്കണം. വയസ്സന്മാര് പഴയ പ്രായം ചെന്ന് നമ്മള് ഈ ചെറുപ്പക്കാരെങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ
ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പാർട്ടിയെ വിളിച്ച് പരിഹസിച്ചപ്പോ ഞങ്ങൾ പാർട്ടികൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരുപാട് പേര് ഈ അഭിജിത് ദിപ്കയ്ക്ക് ട്വിറ്ററിലൂടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പിന്തുണ പറഞ്ഞു. ഇത് അഭിജിത് എന്നോട് പറഞ്ഞു, ഡൽഹി ഞങ്ങൾ സമരസ്ഥലത്ത് പോകുമ്പോൾ സംസാരിക്കാൻ പറയുകയാണ്, കോമ്രേഡ് ഞാൻ വെറും തമാശകൾ തുടങ്ങിയതാണ്, പരിഹസിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പരിഹസിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ ചെറുപ്പക്കാരെല്ലാം കൂടെ എന്റെ കൂടെ വന്നുകൂടി. അപ്പൊ എനിക്ക് ധൈര്യമായി, ഞാൻ കുറച്ച് ഗൗരവത്തിലായി. ഇത് കണ്ടപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തിരുത്തി. അപ്പൊ അയാൾ കൂടുതൽ അവതാപത്തില്. പുള്ളി എങ്ങനെയാ തിരുത്തിയത്? അത് ഞാൻ ചെറുപ്പക്കാരെ മുഴുവൻ പാർട്ടികളൊന്നും വിളിച്ചില്ല, പക്ഷെ കോളേജിലെല്ലാം പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കള്ളത്തരം പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് വേണ്ടി നടക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് ഈ സുപ്രീം കോടതി ജസ്റ്റിസ് പറഞ്ഞു. അപ്പം ഈ അഭിജിത് ദിപ്ക എന്ന് പറഞ്ഞു എന്നറിയാവോ? സുപ്രീം കോടതി ജഡ്ജി ഒരിക്കലും അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഈ അഭിജിത് ദിപ്ക? മിടുപിടിക്കണല്ലേ? ഇങ്ങനെയാണ് നമ്മൾ നിന്ന് പാഠം പഠിക്കണം. പുതിയ തലമുറയുമായി ആശയവിനിമയം നടത്തേണ്ടത് അവരുടെ നർമ്മബോധത്തെയും യുക്തിയെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഒരിക്കൽ ബോംബെയിലെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അതിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് തമാശകൾ പറഞ്ഞു. തമിഴിലുണ്ടത്. അദ്ദേഹം നരേന്ദ്രമോദി വിമർശിക്കാൻ തുടങ്ങി. ഒരുപാട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് നരേന്ദ്രമോദി വിമർശിക്കാറുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനൊരു ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല, ഐ ആം നോട്ട് എ ബയോളജിക്കൽ ബീങ്. ഭൂലോകം മഠേത്തരമല്ലേ, ഇന്ത്യ നാണിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ദൈവികമായ എന്തോ ആണ് താൻ, ദൈവികമായ ജന്മമാണ് താൻ എന്ന് പറയാൻ നരേന്ദ്രമോദി പുറപ്പെട്ടു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ താൻ പറയുന്ന വിദ്യത്വമെല്ലാം ഇന്ത്യക്കാർ വിശ്വസിക്കും എന്ന് ധരിച്ചു വസായിട്ടുള്ള ഒരു മഠയ ശിരോമണിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതല്ലെങ്കിൽ ഇങ്ങനെയൊരു മതിഭ്രമം ബാധിച്ച് സ്വബോധം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നരേന്ദ്രമോദിയെ പല സ്റ്റാൻഡപ്പ് കൊമേഡിയൻസും ഒറ്റയ്ക്ക് നിന്ന് മർമ്മം പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുന്ന ഒരാൾ പരിഹസിച്ചപ്പോ അതിനെ അദ്ദേഹം ബാൻ ചെയ്തു. നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു കാർട്ടൂൺ, ഈ ഒറ്റയ്ക്ക് പരിഹസിക്കുന്ന ആൾ വേണ്ട, തമാശ പറയുന്ന ആൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം ഇന്ത്യയിൽ ഇങ്ങനെ തമാശകളും ഗൗരവമല്ലാതെയും ഒക്കെ സംസാരിക്കുന്ന ഒരാൾ മതി. അങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് ഇയാളുണ്ടല്ലോ ഒറ്റയ്ക്ക് ഗൗരവമല്ലാത്ത കാര്യം പറയാൻ. അപ്പൊ വേറെ ആരും വേണ്ട എന്ന നിലയിൽ വിമർശിക്കാൻ കഴിയും. ചുരുക്കത്തിൽ നർമ്മത്തിൽ തുടങ്ങി പരിഹാസത്തിൽ തുടങ്ങി അതീവ ഗൗരവമായി മാറിയ ഒരു സമരം ജന്തർ മന്ദിർ നടന്നപ്പോൾ ആ ജന്തർ മന്ദിറിലേക്ക് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും സ്വമേധയാ വിദ്യാർത്ഥികളും യുവാക്കളും ഒഴുകിയെത്തി. അത് പിന്നെ അഭിജിത് ദിപ്കെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവിന്റെ പുതിയ ഭാഷയിൽ ശൈലിയിൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ, വിശേഷിച്ച് ചെറുപ്പക്കാരുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടായിരുന്നു. അതോടൊപ്പം സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്വാധീനം, SFI, YCI, AISF, SFIയുടെ ഒരുപാട് സഖാക്കൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഡൽഹിയിലെത്തി. അവരൊന്ന് പരിചയപ്പെടുമ്പോഴാണ് എവിടെ നിന്നാണ്? ഐ ആം കമ്മിങ് ഫ്രം പൂന, വിശാഖപട്ടണം, കൽക്കട്ട, ദിബ്രുഗഡ്, ആസാം, ആഗ്ര. ഇങ്ങനെ ഇന്ത്യ ഇളക്കി മറിച്ച ഒരു സമരം. ഈ സമരത്തിന് ഒരു വലിയ പ്രാധാന്യം സ്വയംഭൂവായി വന്ന വിദ്യാർത്ഥി വിഭജന പ്രസ്ഥാനമുണ്ട്, സംഘടിതമായ ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി വിഭജന പ്രസ്ഥാനം. ഇത് രണ്ടും കൈകോർത്തുകൊണ്ടാണ്, ലയിച്ചു ചേർന്നുകൊണ്ടാണ്. അതാണ് നാഴിക പോയി കേട്ടോ, ലയിച്ചു ചേർന്നു എന്ന് പറഞ്ഞപ്പോ വിഘടിച്ചു പോയി. അപ്പൊ ഈ സമരം നമ്മൾ കൂടുതൽ പരിശോധിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ കണ്ടു. സ്വയംഭൂവായി വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വയംഭൂവായ വിദ്യാർത്ഥി സമരം വരുന്നതിന്റെ മുമ്പേ തന്നെ SFI
SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കേരളത്തിൽ ചാത്തന്നൂർക്കാരനായിട്ടുള്ള ആദർശം സജി, ഇന്നിപ്പോൾ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു വീര പോരാളിയായി യുവതിയായി മാറി. ആരാണത്? ഐഷി ഘോഷ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചെയർപേഴ്സൺ പ്രസിഡന്റായിരുന്ന ഐഷി ഘോഷ്. സമരമെല്ലാം വിജയകരമായി പര്യവസാനിച്ചു കഴിഞ്ഞപ്പോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മോഹൻ ഭഗത്തിന്റെയും പോലീസ്, RSS നേതാവ് മോഹൻ ഭഗത്തും ഉണ്ട് ഈ പദ്ധതിയിൽ പ്രധാനിയാണ്. അവർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ, ഐഷി ഘോഷിനെ. പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKGയുടെ പേരിൽ ഡൽഹിയിലുള്ള CPIMന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് AKG ഭവനിലെത്തി പോലീസുകാർ. സഖാവ് ഐഷി ഘോഷ് അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സഖാക്കളും അവിടെ ഓടിയെത്തിയ MPമാർ, സഖാവ് ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഓടിയെത്തിയ പാർലമെന്റ് അംഗങ്ങൾ, അവർ പറഞ്ഞു ഈ പരിപാടി നടക്കില്ല. നിങ്ങൾ കണ്ടു, അവസാനം അവർക്ക് അവിടുന്ന് മടങ്ങിപ്പോണ്ടി വന്നു. ഐഷി ഘോഷിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയാതെ. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്ന് ചെറുത്താൻ ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മോഹൻ ഭഗത്തിന്റെയും അമിതാധികാര ഭരണകൂടത്തെ, നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ഭരണകൂടത്തെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പോരാളികളായ വിദ്യാർത്ഥികൾ. പലരും ആവേശത്തിൽ നരേന്ദ്രമോദി ഭരണത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സമരത്തിൽ ഇതാ നമ്മൾ തോൽപ്പിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സമരം വിജയിച്ചതിൽ നമുക്ക് വലിയ ആവേശമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ ഇതിനു മുമ്പൊരു സമരം ജയിച്ചിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന നമ്മുടെ സഖാവ് AKG നേതാവായിരുന്ന അഖിലേന്ത്യാ കിസാൻ സഭ, ഹരേ കൃഷ്ണ കോനാർ, ഹർകിഷൻ സിംഗ് സുർജിത്ത്, ബസവ പുന്നയ്യ, തമിഴ്നാട്ടിൽ KV ജനറൽ സെക്രട്ടറി ആയിരുന്നു K വരദരാജൻ സിംഗ്, കോളിംഗൂറൊക്കെ മരിച്ചുപോയി. ശങ്കരയ്യ, സ്വാതന്ത്ര്യ സമരം ഷെയ്ഖ് അബ്ദുള്ള ഒരു കാലഘട്ടത്തിൽ കിസാൻ സഭയുടെ അഖിലേന്ത്യാ പ്രസീഡിയത്തിൽ ഷെയ്ഖ് അബ്ദുള്ള ഇരുന്നിട്ടുണ്ട്. ആ കിസാൻ സഭ ചെല്ലു പറയും അരാഷ്ട്രീയക്കാരായ കുറെ കർഷക സംഘടനകളും നടത്തിയതല്ലേ. അവിടെയും ഇത് നമ്മൾ കണ്ടു. കർഷക നിരോധ നിയമങ്ങൾക്കെതിരെ പഞ്ചാബിലെയും പശ്ചിമ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും കൃഷിക്കാരുടെ സ്വതന്ത്ര സംഘടനകളും ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുന്ന സഖാവ് AKGയും ഹരേ കൃഷ്ണ കോനാറും KVയും എസ് രാമേന്ദ്രൻ പിള്ളയും എല്ലാം നടത്തിയെടുത്ത കർഷക പ്രസ്ഥാനം, അതിന്റെ ഇന്നത്തെ നേതാക്കന്മാർ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സഖാവ് അശോക് ധവളയും സഖാവ് ബിജു കൃഷ്ണനും സഖാവ് കൃഷ്ണപ്രസാദും ഹനൻ മുള്ളയും ഇവരെല്ലാം ഉണ്ടായിരുന്നു ആ സമരത്തിന്റെ നേതൃത്വത്തിൽ. 1 വർഷവും 15 ദിവസവും നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭം, ഡൽഹിയിലേക്കുള്ള ദേശീയപാത റോഡുകൾ ഉപരോധിച്ചുകൊണ്ട് നടന്ന കർഷക സമരം. ആ സമരം നടക്കുന്നതിനിടയിൽ 700ഓളം കൃഷിക്കാർ സമരസ്ഥലത്ത് മരിച്ചു വീണു. വിദ്യാർത്ഥി സമരത്തിലേക്ക് നയിച്ച 23 വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യ രക്തസാക്ഷിത്വമായി നമ്മൾ കാണുന്നത് പോലെ സംയുക്ത കർഷക സമരത്തിൽ മരിച്ചു വീണ ഈ 700ഓളം സഖാക്കൾ, കർഷക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി നടന്ന പോരാട്ടത്തിന് രക്തസാക്ഷികളാണ്. പക്ഷെ ഈ മരണങ്ങൾ ഉണ്ടായിട്ടും 1 വർഷത്തിലധികം, 1 വർഷവും 15 ദിവസവും നീണ്ടിരുന്നു ആ സമരം. വിജയിച്ചേ സമരം തീർത്തുള്ളൂ. അവസാനം എന്ത് വേണ്ടി വന്നു? പാർലമെന്റ് പാസാക്കിയ 3 കർഷക വിരുദ്ധ നിയമങ്ങളാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ ആ കർഷക വിരുദ്ധ നിയമങ്ങൾ റദ്ദാക്കുന്നതായി നിയമപ്രക്രിയയിലൂടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആ 3 കർഷക വിരുദ്ധ നിയമങ്ങളും ഈ 56 ഇഞ്ച് അളവുമായി നടക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് പിൻവലിക്കേണ്ടി വന്നു. ആ ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്.
ഈ സമരത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടുകൊണ്ട് ഇനിയും ഒരുപാട് സമരങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ. ആ സമരങ്ങളിലെല്ലാം കർഷകരുടെ സമരാനുഭവം, വിദ്യാർത്ഥികളുടെ സമരാനുഭവം, അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ആ സമരങ്ങളിലെല്ലാം ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ സമരങ്ങളുടെ ദിശാബോധം നൽകുന്ന ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷക സമരത്തിലും ഇപ്പോഴത്തെ വിദ്യാർത്ഥി സമരത്തിലും. അപ്പൊ നാം നമ്മുടേതായി നടത്തുന്ന സമരം മാത്രമല്ല, സ്വയംഭൂവായി സമരങ്ങൾ വളർന്നു വരുമ്പോൾ ആ സ്വയംഭൂവായി വളർന്നു വരുന്ന സമരങ്ങൾക്ക് കൃത്യമായ ശരിയായ ദിശ പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. അങ്ങനെ സ്വതന്ത്രമായി ചെങ്കൊടി പ്രസ്ഥാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം തക്കലയിലും പത്മനാഭപുരത്തും തമിഴ്നാട്ടിലാകലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം വ്യാപിച്ചു വരണം. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മുന്നണി താവളങ്ങളായിരുന്ന ബംഗാളും ത്രിപുരയും നമുക്ക് ചില തിരിച്ചടിയുണ്ടായിട്ട് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ തിരിച്ചു വരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. കേരളത്തിൽ 10 വർഷം തുടർച്ചയായി ജനക്ഷേമത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ നേതൃത്വം നൽകിയ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. പലതരത്തിലുള്ള വിഷയങ്ങൾ നിമിത്തം 10 വർഷത്തിന് ശേഷം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും നമുക്ക് കേരളത്തിൽ തിരിച്ചടിയുണ്ടായി. ആ തിരിച്ചടിക്ക് കാരണമായ വസ്തുതകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് നമുക്കെവിടെങ്കിലും എന്തെങ്കിലും വീഴ്ചകളോ തിരുത്തപ്പെടേണ്ട ജാഗ്രതക്കുറവുകളോ തെറ്റുകുറ്റങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് അതുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് യോജിച്ച സമീപനത്തോടുകൂടി നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ തിരുത്തിയാൽ സാധാരണക്കാരായ ജനങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അവർ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിലേക്ക് കേരളത്തിലും അതിന്റെ ഭാഗം തിരിച്ചു വരും. ആ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാം വിപ്ലവ അഭിവാദ്യങ്ങൾ നൽകുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.